ഹായ്, ഗുഡ് മോർണിംഗ്. ഇത് നമ്മുടെ സെക്കൻഡ് ക്ലാസ് ആണ്. നമ്മൾ സെക്കൻഡ് ക്ലാസ്സിൽ കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത്. അതിനു വേണ്ടി നമുക്ക് ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾക്കൊന്ന് ഓർത്തെടുക്കാം. ആദ്യ ക്ലാസ് നിങ്ങൾക്ക് പഠിച്ചു എന്താണ് മാനേജ്മെന്റ് എന്ന് പഠിച്ചു. എന്താണ് മാനേജ്മെന്റ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് effectively and efficiently to achieve organizational objectives. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ കൊണ്ട് എഫിഷ്യന്റ് ആയിട്ടും ഇഫക്റ്റീവ് ആയിട്ടും ജോലി ചെയ്യിപ്പിച്ചെടുക്കുന്ന പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്? മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ രണ്ട് ഇമ്പോർട്ടന്റ് ഡെഫിനേഷൻ പഠിച്ചു മാനേജ്മെന്റ്. പീറ്റർ ഡ്രക്കറിന്റെയും മേരി പാക്കർ ഫോളറ്റിന്റെയും. മേരി പാക്കർ ഫോളറ്റ് എന്താണ് പറഞ്ഞത്? Management is the art of getting things done through others. എന്താണ് art of getting things done through others? മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിച്ചെടുക്കുന്ന ആർട്ടും പ്രോസസ്സാണ് എന്ത്? മാനേജ്മെന്റ് എന്നാണ് മേരി പാക്കറ്റ് ഫോളറ്റ് പറഞ്ഞത്. പീറ്റർ ഡ്രക്കർ ആണ് രണ്ടാമത്തെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചത്. പീറ്റർ ഡ്രക്കർ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഹി ഈസ് നോൺ ആസ് ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ്. മോഡേൺ മാനേജ്മെന്റ് ഫാദർ എന്നാണ് പീറ്റർ ഡ്രക്കർ അറിയപ്പെടുന്നത്. ഇപ്പൊ പീറ്റർ ഡ്രക്കർ പറഞ്ഞാൽ മാനേജ്മെന്റ് ഈസ് എ മൾട്ടി പർപ്പസ് ഓർഗൻ ദാറ്റ് മാനേജസ് ദി ബിസിനസ്, മാനേജസ് ദി മാനേജേഴ്സ് ആൻഡ് മാനേജസ് ദി വർക്കേഴ്സ് അറ്റ് വർക്ക്. എന്താണ് മാനേജ്മെന്റ്? ഒരു മൾട്ടി പർപ്പസ് ഓർഗൻ ആണ്. അത് എന്തൊക്കെ ചെയ്യും? ജോലിനെ മാനേജ് ചെയ്യും, ബിസിനസിനെ മാനേജ് ചെയ്യും, പിന്നെ മാനേജേഴ്സിനെ മാനേജ് ചെയ്യും, ജോലിയും മാനേജ് ചെയ്യുന്ന ഒരു മൾട്ടി പർപ്പസ് ഓർഗൻ ആണ് മാനേജ്മെന്റ് എന്താണ് പീറ്റർ ഡ്രക്കർ പറഞ്ഞത്. പിന്നെ രണ്ട് ഇമ്പോർട്ടന്റ് ടേം പഠിച്ചു, എഫിഷ്യൻസിയും ഇഫക്റ്റീവ്നെസ്സും. എന്താണ് ഇഫക്റ്റീവ്നെസ്? Effectiveness is concerned with doing the task correctly and completing the work. എന്താണ്? ടാസ്ക് കറക്റ്റ് ആയിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യൽ മാത്രമാണ് എഫക്റ്റീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഫിഷ്യൻസി എന്താണ്? ഇറ്റ് ഈസ് ആർട്ട് ഓഫ് ഡൂയിങ് ദിസ് കറക്റ്റ്ലി ഇൻ എ കോസ്റ്റ് ഇഫക്റ്റീവ് മാനർ. എന്താണ്? കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുക, അതേപോലെ തന്നെ കോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുക. മാക്സിമം കോസ്റ്റ് കുറച്ച് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ എഫിഷ്യന്റ് പ്രോസസ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഇനി മാനേജ്മെന്റിന്റെ പ്രോസസ് എന്ന് പറഞ്ഞു. അപ്പൊ പ്രോസസ്സിൽ എന്തൊക്കെ ഘടകങ്ങൾ വരും? എന്തൊക്കെയാ വരുന്നത്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിങ്. ഇനി നമ്മൾ പഠിച്ചു എന്താണ് ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ്. അതിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഫസ്റ്റ് പോയിന്റ് ആണ് ഗോൾ ഓറിയന്റഡ് പ്രോസസ് ആണ്. എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരു ഗോൾ ഉണ്ടാവും. രണ്ടാമത് എന്താണ്? മാനേജ്മെന്റ് ഇസ് മൾട്ടി ഡയമെൻഷണൽ. എന്താണ്? അതിൽ മൂന്ന് കാര്യങ്ങൾ മാനേജ്മെന്റ് ചെയ്യുന്നുണ്ട്. മാനേജ്മെന്റ് ഓഫ് വർക്ക്, മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ, മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻ. പിന്നെ നമ്മൾ പഠിച്ചു മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. പിന്നെ എന്താണ്? മാനേജ്മെന്റ് ഈസ് പെർവസീവ്. പിന്നെന്താ പഠിച്ചത്? മാനേജ്മെന്റ് ഈസ് ഗോൾ ഓർ ഗ്രൂപ്പ്. എന്താണ്? ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് ഗ്രൂപ്പ് ഗോൾസ്. പിന്നെന്താണ്? മാനേജ്മെന്റ് ഡൈനാമിക് ആണ്. പിന്നെ മാനേജ്മെന്റ് ഇൻടാഞ്ചിബിൾ ആണ്. ഇത്രയാണ് മാനേജ്മെന്റ് ഫീച്ചേഴ്സ് പഠിച്ചത്. ഇത്രയും കാര്യമാണ് നമ്മൾ എന്താണ് ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ച് തീർത്തത്. ഇനി നമ്മൾ ഇന്നത്തെ ടോപ്പിക് അല്ലെ, ഫസ്റ്റ് ടോപ്പിക് ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കുറെ പ്രാവശ്യം ചോദിച്ച ഒരു പോർഷൻ ആണ്. ഈ മാനേജ്മെന്റിന്റെ ലക്ഷ്യങ്ങളെ നമുക്ക് മെയിൻലി മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തെ വണ്ണാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. എന്താണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്? രണ്ടാമത്തത് സോഷ്യൽ ഒബ്ജക്റ്റീവ്. മൂന്നാമത്തത് പേഴ്സണൽ ഒബ്ജക്റ്റീവ്. ഇപ്പൊ മാനേജ്മെന്റിന് മെയിൻലി മൂന്ന് ലക്ഷ്യങ്ങളാണുള്ളത്. എന്തൊക്കെയാണ്? ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, പേഴ്സണൽ ഒബ്ജക്റ്റീവ്, പിന്നെ എന്താണ്? സോഷ്യൽ ഒബ്ജക്റ്റീവ്. അപ്പം ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് മെയിൻലി മൂന്നെണ്ണമാണ്. നമുക്കിനി ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. Management is responsible for setting and achieving objectives for the organization. Management is responsible for setting and achieving objectives for the organization. Management is responsible
ഓർഗനൈസേഷനിൽ ഒരു ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് കൊടുക്കുകയും അത് അച്ചീവ് ചെയ്യുകയും റെസ്പോൺസിബിലിറ്റി ആണ് മാനേജ്മെന്റിന് മെയിൻലി ഉള്ളത്. സോ മാനേജ്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സെറ്റിംഗ് ആൻഡ് അച്ചീവിംഗ് ഒബ്ജക്റ്റീവ്സ് ഫോർ ദി ഓർഗനൈസേഷൻ. എന്താണ് ഓർഗനൈസേഷന്റെ ഗോൾസ് സെറ്റ് ചെയ്യുകയും അച്ചീവ് ചെയ്യുകയുമാണ് ഒരു മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. The main objective of any organization is to utilize human and material resource efficiently and effectively, that is to fulfill the objectives of the organization. The main objective of any organization is to utilize human and material resources effectively and efficiently so as to achieve the objectives of the organization. ഏതൊരു മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസിനെ എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ് ഒരു മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ മെറ്റീരിയൽസിനെയും ഹ്യൂമൻ റിസോഴ്സസിനെയും മാക്സിമം നന്നായി യൂട്ടിലൈസ് ചെയ്ത്, അതായത് എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും യൂട്ടിലൈസ് ചെയ്ത് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ഒരു മാനേജ്മെന്റിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത് നമുക്ക് എക്കണോമിക് ഒബ്ജക്റ്റീവ് എന്ന് പറയാം. അതായത് ഈ മാനേജ്മെന്റിന്റെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് നമുക്ക് എക്കണോമിക് ഒബ്ജക്റ്റീവ് ആയിട്ട് തിരിക്കാം. മെയിൻലി 3 എക്കണോമിക് ഒബ്ജക്റ്റീവ് ആണുള്ളത്: സർവൈവൽ, പ്രോഫിറ്റ് ആൻഡ് ഗ്രോത്ത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം തന്നെ പഠിക്കും. നമുക്ക് ആദ്യം ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലെ ഫസ്റ്റ് വൺ ആണ് റീസണബിൾ പ്രോഫിറ്റ് so as to give a fair rate of return on capital invested in the business. Reasonable profit so as to give a fair rate of return on the capital invested. Reasonable profit so as to give a fair rate of return to the capital invested. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ക്യാപിറ്റൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ ആ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിന് നമ്മൾ എന്താണ് ഒരു റിട്ടേൺ കൊടുക്കണം. ആ റിട്ടേൺ കൊടുക്കണമെങ്കിൽ എന്താണ് പ്രോഫിറ്റ് വേണം. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിന് ഒരു ഫെയർ റേറ്റ് ഓഫ് റിട്ടേൺ കൊടുക്കാൻ ആവശ്യമായ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓർഗനൈസേഷന്റെ ഫസ്റ്റ് ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ് റിട്ടേൺ ചെയ്ത ക്യാപിറ്റലിന് ഒരു ഫെയർ റിട്ടേൺ കൊടുക്കാൻ ആവശ്യമായ റിട്ടേൺസ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓർഗനൈസേഷന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് റീസണബിൾ പ്രോഫിറ്റ് സോ ആസ് ടു ഗീവ് എ ഫെയർ റേറ്റ് ഓഫ് റിട്ടേൺ ടു ദി ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്. ക്ലിയർ ആയല്ലോ? ഇനി സെക്കൻഡ് പോയിന്റ് ആണ് സർവൈവൽ ആൻഡ് സോൾവൻസി ഓഫ് ബിസിനസ്. സർവൈവൽ ആൻഡ് സോൾവൻസി ഓഫ് ബിസിനസ്, ദാറ്റ് മീൻസ് കണ്ടിന്യൂറ്റി. Survival and solvency of business. Second point, survival and solvency of business. എന്താണ് ബിസിനസിന്റെ നിലനിൽപ്പും പിന്നെ അതേപോലെ തന്നെ അതിനെ ഒരു പരിധി വരെ നല്ല പ്രോഫിറ്റ് കൊണ്ടുപോകുക, അതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. എന്താണ് ബിസിനസിന്റെ നിലനിൽപ്പാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. എന്താണ് സർവൈവൽ ആൻഡ് സോൾവൻസി ഓഫ് ദി ബിസിനസ്. മൂന്നാമത്തത് ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ആൻ എന്റർപ്രൈസ്. മൂന്നാമത്തത് ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് എന്റർപ്രൈസ്. എന്താണ് മൂന്നാമത്തെ ലക്ഷ്യം? എന്താണ് ഓർഗനൈസേഷന്റെ ഗ്രോത്തും എക്സ്പാൻഷനും. ആദ്യം നമ്മൾ പറഞ്ഞു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക, സർവൈവൽ എൻഷുർ ചെയ്യുക. മൂന്നാമത്തേത് എന്താണ് ഓർഗനൈസേഷനിൽ ഒരു പടിയും കൂടെ ഒന്ന് വളർത്തിയെടുക്കുക, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദി എന്റർപ്രൈസ്. ആൻഡ് ലാസ്റ്റ് വൺ ഇംപ്രൂവിംഗ് ഗുഡ് വിൽ ഓഫ് ദി എന്റർപ്രൈസ്. എന്താണ് ഇംപ്രൂവിംഗ് ഗുഡ് വിൽ ഓർ റെപ്യൂട്ടേഷൻ ഓഫ് ദി എന്റർപ്രൈസ്. എന്റർപ്രൈസിന്റെ ഗുഡ് വില്ലും റെപ്യൂട്ടേഷനും എന്താണ് ഇംപ്രൂവ് ചെയ്യുക. നാലാമത്തത് ഇംപ്രൂവിംഗ് goodwill of the
enterprise, improving goodwill of the enterprise. അപ്പൊ ഇത്രയാണ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്താണ്? റീസണബിൾ പ്രോഫിറ്റ് so as to give a fair return to the capital invested എന്നാണ്. ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിന് എന്താണ് തിരിച്ച് ഒരു റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓർഗനൈസേഷന്റെ ഫസ്റ്റ് ലക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഓർഗനൈസേഷന്റെ സർവൈവലും സോൾവൻസിയും എൻഷുർ ചെയ്യുക. അതായത് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് എന്താണ് എൻഷുർ ചെയ്യുക. ഒരിക്കലും നഷ്ടത്തിൽ പോയി ബാങ്ക്രപ്സിയിലൊന്നും പോവാണ്ട് നല്ല രീതിക്ക് എന്താണ് ബിസിനസിനെ കണ്ടിന്യൂസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. അതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ. എന്താണ് ഓർഗനൈസേഷനെ കുറച്ചും കൂടെ ഒന്ന് വലുതാക്കി നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോവുക. ലാസ്റ്റ് വൺ ഇംപ്രൂവിംഗ് ഗുഡ് വിൽ ഓഫ് ദി എന്റർപ്രൈസ്. എന്റർപ്രൈസിന്റെ ഗുഡ് വില്ല് എന്താണ് ഇംപ്രൂവ് ചെയ്യുക. ഇത്രയാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. നമുക്കിനി അടുത്ത എക്കണോമിക് ഒബ്ജക്റ്റീവ്സിലേക്ക് എത്താം. അതിൽ ഫസ്റ്റ് വൺ ആണ് സർവൈവൽ. എന്താണ് ഫസ്റ്റ് പോയിന്റ് ആണ് സർവൈവൽ. നമ്മൾ പറഞ്ഞു എന്താണ് സർവൈവൽ നേരത്തെ ഓർഗനൈസേഷൻ എന്താണ് ഒരു കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് എപ്പോഴും എന്താണ് ഒരു മാനേജ്മെന്റ് എൻഷുർ ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം. The basic objective of any organization is survival. The basic objective of any organization is survival. ഏതൊരു ഓർഗനൈസേഷന്റെയും ബേസിക് ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് സർവൈവൽ ആണ്. ഏതൊരു ഓർഗനൈസേഷന്റെയും ബേസിക് ലക്ഷ്യം എന്താണ് സർവൈവൽ ആണ്. Management must strive to ensure survival of the organization by earning enough revenues to cover costs. Management must strive to ensure the survival of the organization by earning enough revenues to cover costs. സർവൈവൽ എൻഷുർ ചെയ്യാൻ വേണ്ടി മാനേജ്മെന്റ് എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് ഈ ഓർഗനൈസേഷൻ റൺ ചെയ്ത് പോവാൻ കുറച്ച് എക്സ്പെൻസ് ഉണ്ടാവും. ഈ എക്സ്പെൻസ് കവർ ചെയ്യാൻ പറ്റുന്ന തക്കത്തിലുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നതാണ് മാനേജ്മെന്റ് ചെയ്യുന്നത്. ഇപ്പൊ എന്താണ് മാനേജ്മെന്റ് ചെയ്യുന്നത്? should generate revenues to cover the expenses incurred for running the organization. Then only the organization can ensure continuous survival. മാനേജ്മെന്റ് എന്താണ് ചെയ്യേണ്ടത്? ഓർഗനൈസേഷൻ റൺ ചെയ്ത് കൊണ്ടുപോകാൻ കുറെ എക്സ്പെൻസ് ആവും. ഈ എക്സ്പെൻസ് കവർ ചെയ്യാൻ തക്കുള്ള റവന്യൂസ് ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് മാനേജ്മെന്റ് ചെയ്യേണ്ടത്. അപ്പൊ സർവൈവൽ ആണ് ഒരു ഓർഗനൈസേഷന്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. So in order to ensure continuous survival, management should ensure to generate revenues enough to cover the expenses incurred. Expenses എന്താണ് കവർ അപ്പ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് മാനേജ്മെന്റ് ശ്രമിക്കണം. ക്ലിയർ ആയോ? ഇനി രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എക്കണോമിക് ഒബ്ജക്റ്റീവ് ആണെന്ന് പ്രോഫിറ്റ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ആണ് profit. Another important objective of every organization is earning adequate amount of profit. Next important objective of an organization is to earn adequate amount of profit. എന്താണ് to earn adequate amount of profit. അപ്പം അടുത്ത ലക്ഷ്യം ആദ്യ സർവൈവൽ ആണ് ലക്ഷ്യം. ഇനി രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ adequate amount of profit ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. Profit is essential for survival, growth and expansion of the business. Profit is essential for the survival, growth and expansion of the business. ഒരു ബിസിനസിന്റെ സർവൈവലിനും ഗ്രോത്തിനും എക്സ്പാൻഷനും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ത് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷനും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പം പിടിച്ചു നിൽക്കണമെങ്കിൽ അവർക്ക് എന്താണ് ആവശ്യമായ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം. അപ്പം പ്രോഫിറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ growth, expansion and survival of the organization. It is the reward of businessman for bearing risk. It is the reward for the businessman for bearing risk. ഒരു ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ പല റിസ്കുകൾ എന്താണ് ബിസിനസ്മാൻ ഏറ്റെടുക്കുന്നത്. നമ്മൾ +1 പഠിച്ച കാര്യങ്ങളാണ്. ഈ റിസ്ക് ഒക്കെ ഒരു ബിസിനസ്മാൻ ഏറ്റെടുക്കുമ്പോൾ അതിന് കിട്ടുന്ന റിവാർഡാണ് എന്ത് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവർ എടുക്കുന്ന റിസ്കിന് തിരിച്ചു കിട്ടുന്ന പ്രതിഫലമാണ് എന്ത് ബിസിനസ്മാന് കിട്ടുന്ന പ്രതിഫലമാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്.
It is a reward for the businessman for bearing risk. അപ്പം പ്രോഫിറ്റ് ആണ് ഒരു ഓർഗനൈസേഷന്റെ രണ്ടാമത്തെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും ബിസിനസ്മാൻ എന്ത് ചെയ്യണം? അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ സർവൈവലിനും ഗ്രോത്തിനും അതേപോലത്തെ എക്സ്പാൻഷനും ഒക്കെ എന്താണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഈ ബിസിനസ്മാൻ എടുക്കുന്ന റിസ്കിന് തിരിച്ചു കിട്ടുന്ന പ്രതിഫലമാണെന്ത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ പോയിന്റ് ക്ലിയർ ആയല്ലോ. ആൻഡ് ഈ ലാസ്റ്റ് പോയിന്റ് ആണ് ഗ്രോത്ത്. ഒരു ഓർഗനൈസേഷന്റെ ഗ്രോത്ത് എന്താണ്? ഒരു എക്കണോമിക് ഒബ്ജക്റ്റീവ് ആണ്. മൂന്നാമത്തെ പോയിന്റ് growth. An organization must grow and expand its activities to survive in long run. An organization should grow and expand its activities to survive in the long run. Long run organization survive ചെയ്യണമെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ എന്താണ്? എക്സ്പാൻഡ് ചെയ്യണം. An organization should grow and expand its activities in order to survive in long run. ലോങ് റണ്ണിൽ ഓർഗനൈസേഷൻ നിലനിൽക്കണമെങ്കിൽ എന്താണ്? അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ പതിയെ പതിയെ ഗ്രോ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യണം. Growth of an organization indicates how well it is able to explore its potential opportunities. Growth of an organization indicates how well it is able to explore its potential opportunities. ഇപ്പൊ ഗ്രോത്ത് എന്താണ് പറയുന്നത്? ഒരു ഓർഗനൈസേഷന് എത്രത്തോളം നല്ല രീതിയിൽ അവരുടെ മുന്നിൽ ഉണ്ടായ ഓപ്പർച്യൂണിറ്റീസിനെ ഉപയോഗിക്കാൻ പറ്റി എന്നാണ് ഓർഗനൈസേഷന്റെ ഗ്രോത്ത് പറയുന്നത്. എന്താണ്? ഒരു ഓർഗനൈസേഷന്റെ മുന്നിൽ വന്ന ഓപ്പർച്യൂണിറ്റീസിനെ അവർ എത്രത്തോളം അത് പ്രയോജനപ്പെടുത്തി, അതാണ് എന്ത്? ഗ്രോത്ത് പറയുന്നത്. അപ്പോ ഗ്രോത്ത് ഓഫ് എൻ ഓർഗനൈസേഷൻ ഇൻഡിക്കേറ്റ്സ് ഹൗ വെൽ ഇറ്റ് ഈസ് ഏബിൾ ടു എക്സ്പ്ലോർ ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ്. Growth of the business can be measured in terms of sales volume, increase in number of employees, the number of products, or increase in capital investment, etc. The growth of a business can be measured in terms of sales volume, increase in number of employees, number of products, or increase in capital investment, etc. For a business inde growth നമുക്ക് എങ്ങനെയൊക്കെ മെഷർ ചെയ്യാം? ഒന്ന്, സെയിൽസ് വോളിയത്തിന്റെ ബേസിസില്. രണ്ടാമത്, എംപ്ലോയീസ് കൂടുന്നതിന്റെ ബേസിസില്. മൂന്നാമത്, അവിടുത്തെ പ്രോഡക്ട്സിന്റെ നമ്പറിലെ ഇൻക്രീസ്. പിന്നെ എന്താണ്? ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ലെവൽ. ഇതൊക്കെ വെച്ചിട്ട് ഒരു ഓർഗനൈസേഷൻ ഗ്രോത്തിന് എൻഷുർ ചെയ്യാം. എങ്ങനെയൊക്കെ? സെയിൽസ് വോളിയം കൂടുന്നതനുസരിച്ച്, ഒരു ഓർഗനൈസേഷൻ എംപ്ലോയീസ് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച്, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച്, അതേപോലെ തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നതനുസരിച്ചൊക്കെ നമുക്ക് എന്താണ്? ഓർഗനൈസേഷന്റെ ഗ്രോത്തിന് നമുക്ക് എന്താണ്? മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ മൂന്നാമത്തെയാണ് ഗ്രോത്ത്. ഒരു ഓർഗനൈസേഷന് ലോങ് റണ്ണിൽ സർവൈവ് ചെയ്യണമെങ്കിൽ ഗ്രോത്ത് മസ്റ്റ് ആണ്. ഗ്രോത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? ഒരു ഓർഗനൈസേഷന് എത്രത്തോളം നല്ല രീതിയിൽ അവരുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റി എന്നതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരു ഓർഗനൈസേഷന്റെ ഗ്രോത്ത് നമുക്ക് എങ്ങനെയൊക്കെ മെഷർ ചെയ്യാൻ പറ്റും? ഒന്ന്, സെയിൽസ് വോളിയത്തിന്റെ ബേസിസില്, പിന്നെ നമ്പർ ഓഫ് എംപ്ലോയീസ് കൂടുന്നതിന്റെ ബേസിസില്, അവർ ഉത്പാദിപ്പിക്കുന്ന പ്രോഡക്ട്സ് കൂടുന്ന ബേസിസില്, അതേപോലെ തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുന്ന ബേസില്. അപ്പൊ ഇത്രയാണ് എന്ത്? ഓർഗനൈസേഷന്റെ എക്കണോമിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയാലും നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ പഠിച്ചതിപ്പോ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സും അതിന്റെ അടുത്ത് വരുന്ന എക്കണോമിക് ഒബ്ജക്റ്റീവ് ആണ് നമ്മൾ പഠിച്ചത്. രണ്ടാമത് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആണ്. നമുക്കറിയാം ഓർഗനൈസേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് സൊസൈറ്റിയിലാണ്. സൊസൈറ്റിയുടെ റിസോഴ്സ് ആണ് ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷനിൽ കുറച്ച് കടമകൾ എന്താണ്? സൊസൈറ്റിയോടുണ്ട്. ആ കടമകളാണ് എന്ത് പറയുന്നത്? സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. The management is not only a representative of owners and workers, but is also responsible for various groups outside the organization. Management is not only a representative of owners and workers, but is also responsible for various groups outside the organization. എന്താണ്? മാനേജ്മെന്റ് വർക്കേഴ്സിന്റെയും ഓണേഴ്സിന്റെയും മാത്രം റെപ്രസെന്റേറ്റീവ് അല്ല, മറിച്ച് അവർക്ക് എന്താണ്?
ഓർഗനൈസേഷന് പുറത്തുള്ള കുറെ ആൾക്കാരോട് എന്താണ് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. It is expected to fulfill the objectives of the society. എന്താണ് ഒരു ഓർഗനൈസേഷൻ എന്താണ് സൊസൈറ്റിക്ക് വേണ്ടിയുള്ള കടമകൾ ചെയ്ത് തീർക്കാൻ എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. An organization is expected to fulfill the social objectives. എന്താണ് ഓർഗനൈസേഷന്റെ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാനായിട്ട് എന്താണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ആർ ദി സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്? ഫസ്റ്റ് വൺ, ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് സർവീസസ് അറ്റ് fair prices to consumer. Quality goods and services at fair prices to consumer. എന്താണ് quality goods and services at fair prices. എന്താണ് നല്ല ക്വാളിറ്റി ഉള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ഫെയർ പ്രൈസസിൽ കൺസ്യൂമറിന് അവൈലബിൾ ആക്കുക. അതാണ് എന്ത് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ഹോണസ്റ്റ് ആൻഡ് പ്രോംപ്റ്റ് പേയ്മെന്റ് ഓഫ് ടാക്സസ്. ഹോണസ്റ്റ് ആൻഡ് പ്രോംപ്റ്റ് പേയ്മെന്റ് ഓഫ് ടാക്സസ്. എന്താണ് കറക്റ്റ് ആയിട്ട് എന്താണ് ടാക്സസ് പേ ചെയ്യുക. എന്താണ് കറക്റ്റ് ടൈമിൽ ടാക്സസ് പേ ചെയ്യുക. മൂന്നാമത്തത് കൺസർവേഷൻ ഓഫ് എൻവയോൺമെന്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. എന്താണ് കൺസർവേഷൻ ഓഫ് എൻവയോൺമെന്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. എന്താണ് നേച്ചറിനെയും നാച്ചുറൽ റിസോഴ്സസിനെ എന്താണ് നല്ല രീതിയിൽ കൺസർവ് ചെയ്യുകയാണ് മൂന്നാമത്തെ സോഷ്യൽ ഒബ്ജക്റ്റീവ്. നാലാമത് ഫെയർ ഡീലിംഗ്സ് വിത്ത് സപ്ലയേഴ്സ്, ഡീലേഴ്സ് ആൻഡ് കോമ്പറ്റീറ്റേഴ്സ്. ഫെയർ ഡീലിംഗ് വിത്ത് സപ്ലയേഴ്സ്, ഡീലേഴ്സ് ആൻഡ് കോമ്പറ്റീറ്റേഴ്സ്. എന്താണ് സപ്ലയേഴ്സുമായിട്ടും കോമ്പറ്റീറ്റേഴ്സും ഒക്കെ എന്താണ് നല്ല ഡീലിങ്സ് വെക്കുക. അതായത് അവരുമായിട്ട് നല്ല ഡീലിങ്സിൽ എൻഡ് ചെയ്യുകയാണ് നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ പോയിന്റ് ആണ് ഗിവിംഗ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ടു ദി വീക്കർ സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി. ഗിവിംഗ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ടു ദി വീക്കർ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. എന്താണ് സൊസൈറ്റിയിൽ ഏറ്റവും ഗ്രൗണ്ട് റോഡൻ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ താഴെ നിന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് എന്താണ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. അവരൊരു ബിസിനസ് സ്ഥാപനം വരുമ്പോൾ എന്താണ് ചുറ്റുമുള്ള ആൾക്കാർക്കൊക്കെ എന്താണ് ഒന്ന് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുമ്പോൾ അവരുടെ സ്റ്റാൻഡ് ഓഫ് ലിവിങ്ങും കൂടും. അപ്പോൾ ഗിവിംഗ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ടു ദി വീക്കർ സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി. അടുത്തതാണ് providing basic amenities like schools, colleges, etc. to employees as well as society. Providing basic amenities like schools, colleges, etc. to employees as well as society. സൊസൈറ്റിക്കും അതുപോലെ തന്നെ എംപ്ലോയീസിനും എന്താണ് ബേസിക് കമ്മ്യൂണിറ്റീസ് ഒക്കെ എന്താണ് പ്രൊവൈഡ് ചെയ്യുക. അതായത് സ്കൂൾസ്, കോളേജസ് അതുപോലുള്ള ബേസിക് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ പ്രൊവൈഡിങ് basic amenities to the society. Last point, preserving ethical values of the society. Preserving ethical values of the society. The society യിലുള്ള ethical values ഉണ്ടാവും. കാരണം ഓരോ സൊസൈറ്റിക്കും
ഓരോ കുറച്ച് വാല്യൂസ് ഫോളോ ചെയ്തിരിക്കും. ആ വാല്യൂസ് എന്താണ് പ്രിസർവ് ചെയ്യാനായിട്ട് ബിസിനസ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ശ്രമിക്കണം. സോ preserving ethical values of society. അപ്പോൾ ഇത്രയാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് ആണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് അവിടുത്തെ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് എന്താണ് കുറെ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. ആ ഇൻട്രസ്റ്റും കൂടെ എന്താണ് മാനേജ്മെന്റ് സാധിച്ച് കൊടുക്കണം. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. An organization consists of several persons who have their own objectives. An organization consists of several persons who have their own objectives. എന്താണ് ഒരു ഓർഗനൈസേഷനിൽ എന്താണ് കുറെ എംപ്ലോയീസ് ഉണ്ടാവും. അവർക്ക് എന്താണ് പല പല താല്പര്യങ്ങളും ഉണ്ട്. ഈ താല്പര്യങ്ങൾ എന്താണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, fair remuneration for work performed. Fair remuneration for the work performed. എന്താണ് ചെയ്ത ജോലിക്ക് ഫെയർ ആയിട്ടുള്ള റെമ്യൂണറേഷൻ പ്രൊവൈഡ് ചെയ്യുക. അത് മെയിലോ ഫീമെയിൽ എംപ്ലോയി ആയിക്കോട്ടെ, അവർ ഒരേ ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് എന്താണ് ആ ജോലിക്ക് ഫെയർ ആയിട്ടുള്ള ഒരു റെമ്യൂണറേഷൻ പ്രൊവൈഡ് ചെയ്യുക. സോ ഫസ്റ്റ് പോയിന്റ്, ഫെയർ റെമ്യൂണറേഷൻ ഫോർ ദി വർക്ക് പെർഫോംഡ്. അടുത്ത പോയിന്റ് ആണ് റീസണബിൾ വർക്കിംഗ് കണ്ടീഷൻ. എന്താണ് റീസണബിൾ വർക്കിംഗ് കണ്ടീഷൻ? എന്താണ് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് എന്താണ് അവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് അവർക്ക് നല്ല വെന്റിലേഷൻ ഉള്ള റൂംസ് പ്രൊവൈഡ് ചെയ്യുക, പ്രോപ്പർ ലൈറ്റ്നിങ്ങും അതേപോലെ തന്നെ ഫാൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് റിഫ്രഷ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് എന്താണ് ഫ്രീ ടൈംസ് കൊടുക്കുക. അപ്പൊ ഇങ്ങനത്തെ നല്ല വർക്കിംഗ് എൻവയോൺമെന്റ്, അതേപോലെ തന്നെ നല്ല ക്ലെൻലിനെസ് ഉള്ള ഒരു വർക്ക് അറ്റ്മോസ്ഫിയർ. അറ്റ് ദി സെയിം ടൈം അവിടെ എന്താണ് ഒരു വഴക്കോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ അവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാം. സോ റീസണബിൾ വർക്കിംഗ് കണ്ടീഷൻ ആണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, opportunities for training and development and career growth. Opportunities for training, development and career growth. എന്താണ് ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് എന്താണ് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് വളരാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എന്താണ് മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ അതായത് ഒരു മാനേജർ പോസ്റ്റിലേക്ക് അവർക്ക് എലിജിബിൾ ആണെന്ന് തോന്നുവാണെങ്കിൽ അവർക്ക് അതിന് വേണ്ടി പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കൊടുക്കുക. അതുപോലെ അവർക്ക് കരിയർ ഗ്രോത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരു മാനേജ്മെന്റ് ചെയ്തു കൊടുക്കണം. അപ്പൊ അതാണ് മൂന്നാമത്തെ പോയിന്റ്, ഓപ്പർച്യൂണിറ്റീസ് ഫോർ ട്രെയിനിങ്, ഡെവലപ്മെന്റ് ആൻഡ് കരിയർ ഗ്രോത്ത്. നാലാമത്തത്, പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് ആൻഡ് പ്രോസ്പെറിറ്റി ഓഫ് എന്റർപ്രൈസ്. പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് ആൻഡ് പ്രോസ്പെറിറ്റി ഓഫ് എന്റർപ്രൈസ്. ഇത്ര സമയം നമ്മൾ എന്താ പഠിച്ചത്? ഒബ്ജക്റ്റീവ്സ് ആണ് പഠിച്ചത്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഒരു ഓർഗനൈസേഷനിൽ മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആവുന്നത്. അതിലെ ഫസ്റ്റ് പോയിന്റ് ആണ് മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്. എന്താണ് മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്? എന്താണ് ഗ്രൂപ്പ് ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് എന്താണ്
മാനേജ്മെന്റ് സഹായിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത് നോക്കാം. മാനേജ്മെന്റ് is required not only for itself but also for achieving the organizational goals. Management is required not only for itself but for achieving organizational goals. എന്താണ് മാനേജ്മെന്റ്? എന്താണ് അതിനുവേണ്ടി മാത്രമല്ല, ഓർഗനൈസേഷന് വേണ്ടി മാത്രമല്ല, പക്ഷെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ കൂടി വേണ്ടിയാണ് എന്ത് മാനേജ്മെന്റിന്റെ എന്താണ് ഇമ്പോർട്ടൻസ്. മാനേജ്മെന്റ് ക്രിയേറ്റ്സ് കോർഡിനേഷൻ ആൻഡ് ടീം വർക്ക് ഇൻ എ ഗ്രൂപ്പ്. എന്താണ് മാനേജ്മെന്റ് ക്രിയേറ്റ്സ് കോർഡിനേഷൻ ആൻഡ് ടീം വർക്ക് ഇൻ എ ഗ്രൂപ്പ്. നമ്മൾ പറഞ്ഞു എന്താണ് ഓർഗനൈസേഷനിൽ പല പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും പല പല ഇൻട്രസ്റ്റുമായിട്ട് വരുന്ന എംപ്ലോയീസ് ആണ് ഉണ്ടാവുക. ഇവരുടെ ഇടയിൽ എന്താണ് കുറെ ഗ്രൂപ്പ്സ് ഉണ്ടാവും. ഈ ഗ്രൂപ്പ്സിനൊക്കെ ഇടയിൽ എന്താണ് ടീം വർക്കും കോർഡിനേഷനും കൊണ്ടുവരിക എന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ മെയിൻ ദൗത്യം എന്ന് പറഞ്ഞത്. എന്താണ് അവിടെ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിന്റെ ഇടയിൽ ടീം വർക്കും കോർഡിനേഷനും കൊണ്ടുവരിക എന്നുള്ളതാണ് എന്താണ് മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്. The task of manager is to give a common direction to the individual efforts in achieving the organizational goals. The task of management is to give a common direction to the individual efforts to achieve the organizational objectives. അപ്പോൾ മാനേജ്മെന്റ് ടാസ്ക് എന്താണ്? ഒരു ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് എന്താണ് ഓരോ ഇൻഡിവിജ്വൽസിനും എഫേർട്സിനും എന്താണ് ഒരു കോമൺ ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് ഓരോ ഇൻഡിവിജ്വലിന്റെ എഫേർട്സിനും എന്താണ് ഒരു കോമൺ ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ മാനേജ്മെന്റ് ഹെൽപ്സ് അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ് എന്ന് പറയുമ്പോൾ എന്താണ് മാനേജ്മെന്റ് എന്താ ചെയ്യുന്നത്? ഒരു ഓർഗനൈസേഷനിൽ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ഉണ്ട്. ഈ എംപ്ലോയീസിന്റെ ഇടയിൽ ടീം വർക്കും കോർഡിനേഷനും കൊണ്ടുവരാനായിട്ട് ആര് സഹായിക്കുന്നുണ്ട്? മാനേജ്മെന്റ് സഹായിക്കുന്നുണ്ട്. അപ്പൊ മാനേജ്മെന്റ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ഓരോ ഇൻഡിവിജ്വലിന്റെ എഫേർട്സിന് ഒരു കോമൺ ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ക്ലിയർ ആയല്ലോ? സെക്കൻഡ് പോയിന്റ് ആണ് മാനേജ്മെന്റ് ഇൻക്രീസസ് എഫിഷ്യൻസി. മാനേജ്മെന്റ് ഇൻക്രീസസ് എഫിഷ്യൻസി. എന്താണ് എഫിഷ്യൻസി? നമ്മൾ പഠിച്ചു. എന്താണ് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ജോലി ചെയ്ത് തീർക്കുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പൊ ഒരു മാനേജറിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി അച്ചീവ് ചെയ്യുകയും അറ്റ് ദ സെയിം ടൈം പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതാണ്. The aim of manager is to reduce cost and increase productivity through better planning, organizing, staffing, directing, and controlling the activities of the organization. The main aim of manager is to reduce cost and increase productivity through better planning, organizing, staffing, directing, and controlling the activities of the organization. അപ്പോൾ മാനേജറിന്റെ മെയിൻ ടാസ്ക് എന്താണ് അല്ലെങ്കിൽ മെയിൻ എയിം എന്താണ്? ഒരു ഓർഗനൈസേഷൻ ആക്ടിവിറ്റീസിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക ആൻഡ് എന്താണ് കോസ്റ്റ് കുറയ്ക്കുക. അത് എങ്ങനെയൊക്കെ ചെയ്യാം? ആ ആക്ടിവിറ്റീസിന്റെ പ്രോപ്പർ പ്ലാനിങ്ങും സ്റ്റാഫിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെ വഴി എന്താണ് ഒരു ആക്ടിവിറ്റിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുകയും കോസ്റ്റ് കുറയ്ക്കുകയും ചെയ്യാം. ക്ലിയർ ആയല്ലോ? ഇനി ഇറ്റ് ഈസ് ഓൺലി ത്രൂ മാനേജ്മെന്റ് one can efficiently and economically utilize scarce resources for the benefit of the organization. It is only through management one can efficiently and effectively and economically utilize scarce resources for the benefit of the organization. എന്താണ് ഒരു മാനേജ്മെന്റിനെ കൊണ്ട് മാത്രം എന്താണ് ഓർഗനൈസേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ എഫിഷ്യൻ്റ്ലിയും എക്കണോമിക്കലിയും യൂട്ടിലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. ഓർഗനൈസേഷനിലെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്താണ് ഒരു മാനേജ്മെന്റിനെ കൊണ്ട് മാത്രമേ എന്താണ് അവിടുത്തെ റിസോഴ്സസിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന എക്കണോമിക്കലിയും എഫിഷ്യൻ്റിയും യൂട്ടിലൈസ് ചെയ്ത് ഒരു ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? മാനേജ്മെന്റ് ഇൻക്രീസസ് എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് മാക്സിമം ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ അതെങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുന്നത്? ത്രൂ പ്രോപ്പർ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡിറക്റ്റിംഗ്,
ആൻഡ് കൺട്രോളിംഗ് ദി ബിസിനസ് ആക്ടിവിറ്റീസ്. ഇനി ഒരു മാനേജ്മെന്റിനെ കൊണ്ട് മാത്രമേ എന്താണ് അവിടുത്തെ റിസോഴ്സസിനെ, അതായത് ഓർഗനൈസേഷൻ റിസോഴ്സിനെ നല്ല എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആയല്ലോ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ് മാനേജ്മെന്റ് ക്രിയേറ്റ്സ് ഡൈനാമിക് എൻവയോൺമെന്റ്. എന്താണ്? മാനേജ്മെന്റ് ക്രിയേറ്റ്സ് ഡൈനാമിക് എൻവയോൺമെന്റ്. എന്താണ് ഡൈനാമിക് എന്ന് നമ്മൾ ഫസ്റ്റ് പഠിച്ചു. ഫീച്ചർ എന്താണ്? ചേഞ്ചിങ് ആണ്. എന്താണ്? ബിസിനസ് എൻവയോൺമെന്റ് എപ്പോഴും എന്താണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ നിമിഷവും എന്താണ് ചേഞ്ച് സംഭവിച്ചിരിക്കണം. അപ്പൊ അങ്ങനെ ചേഞ്ച് സംഭവിച്ചിരിക്കുന്ന എൻവയോൺമെന്റിലാണ് ഇത് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ നിലനിൽക്കുന്നത്. So all the organization have to function in an environment which is constantly changing. All the organization have to function in an environment which is constantly changing. എന്താണ്? എല്ലാ ഓർഗനൈസേഷനിലും എന്താണ് ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. എൻവയോൺമെന്റ് ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ചേഞ്ചസ് ഉള്ള എൻവയോൺമെന്റിലാണ് എല്ലാ ഓർഗനൈസേഷനും നിലനിൽക്കുന്നത്. എന്താണ്? എൻവയോൺമെന്റിൽ നിരന്തരം ചേഞ്ചസ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എൻവയോൺമെന്റിലാണ് എല്ലാ ഓർഗനൈസേഷനിലും എന്താണ് നിലനിൽക്കുന്നത്. The management analyzes the environment properly and takes right decision at the right time. A management analyzes the environment properly and takes right decision at the right time. എന്താണ് മാനേജ്മെന്റ് എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എൻവയോൺമെന്റും അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തിട്ട് എന്താണോ അപ്പോഴത്തെ സിറ്റുവേഷൻ അതനുസരിച്ചുള്ള റൈറ്റ് ഡിസിഷൻ എന്താണ് മാനേജ്മെന്റ് എടുക്കും. അപ്പൊ മാനേജ്മെന്റ് എന്താ ചെയ്യുന്നത്? എൻവയോൺമെന്റ് നന്നായിട്ട് അനലൈസ് ചെയ്യും, പഠിക്കും. എന്നിട്ട് ആ സിറ്റുവേഷൻ എന്താണോ അതിനനുസരിച്ചുള്ള ആക്ഷൻ എന്താണ് മാനേജ്മെന്റ് എടുക്കും. ഇറ്റ് enables the organization to face challenges by making plans and policy decisions. It enables the organization to face challenges by plans and policy decisions. എന്താണ് എൻവയോൺമെന്റിൽ വരുന്ന ചാലഞ്ചസിനെ എങ്ങനെ ഫേസ് ചെയ്യാനായിട്ട് ഓർഗനൈസേഷന് പറ്റുന്ന എങ്ങനെ വഴിയാണ്? ത്രൂ പ്ലാൻസ് ആൻഡ് പോളിസി ഡിസിഷൻസ്. എന്താണ് കറക്റ്റ് ടൈമിൽ കറക്റ്റ് ടൈമിൽ പ്ലാനിങ് അതുപോലെ തന്നെ പോളിസി ഡിസിഷൻസും വഴിയാണ് എന്ത് ഒരു മാനേജ്മെന്റിന് ചാലഞ്ചസിന് അല്ലെങ്കിൽ ഓർഗനൈസേഷന് ചാലഞ്ചസിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നത്. മാനേജ്മെന്റ് ഹെൽപ്സ് people to adapt various changes so that the organization is able to maintain its competitive edge. Management helps people to adapt to various changes so that organization is able to maintain its competitive edge. എന്താണ് മാനേജ്മെന്റ് എന്താ വെച്ചാൽ അവിടുത്തെ എംപ്ലോയീസിന് ചേഞ്ചസുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് എന്താണ് ഹെൽപ്പ് ചെയ്യുന്നു. എന്തൊക്കെ ചേഞ്ചസ് വരുന്നു അതിനനുസരിച്ച് എന്താണ് ഇവരെയും മാറ്റിയെടുക്കുന്നു. അതുവഴി എന്താണ് ഓർഗനൈസേഷന് കോമ്പറ്റീറ്റീവ് എഡ്ജ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ ആർക്ക് പറ്റുന്നുണ്ട്? മാനേജ്മെന്റിന് പറ്റുന്നുണ്ട്. അപ്പൊ എന്താണ് മാനേജ്മെന്റ് ക്രിയേറ്റ് ഡൈനാമിക് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാ ഓർഗനൈസേഷനും ഒരു ഡൈനാമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ചേഞ്ചിങ് ആയിട്ടുള്ള എൻവയോൺമെന്റിലാണ് നിലനിൽക്കുന്നത്. അപ്പൊ അവർക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ അവർ ആ കോൺസ്റ്റന്റ്ലി ഒബ്സർവ് ചെയ്ത് അതിനനുസരിച്ചുള്ള ആക്ഷൻ എടുക്കണം. അപ്പൊ മാനേജ്മെന്റ് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ഓരോ എൻവയോൺമെന്റിൽ വരുന്ന ചേഞ്ചസ് സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് ആ സിറ്റുവേഷൻ എന്താണോ അതിനനുസരിച്ചുള്ള ആക്ഷൻസ് എടുക്കുന്നു. ഇനി എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടെങ്കിൽ അവരെന്താ ചെയ്യുന്നത്? ആ ചാലഞ്ചസിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള പ്ലാൻസും പോളിസീസും ഫോർമുലേറ്റ് ചെയ്യുന്നു. പിന്നെ ആ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെയൊക്കെ ആ ചാലഞ്ചസ് അല്ലെങ്കിൽ ചേഞ്ചസുമായിട്ട് അഡാപ്റ്റ് ആവാനായിട്ട് എന്താണ് മാനേജ്മെന്റ് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. അതുവഴി ഓർഗനൈസേഷൻ എന്താണ് ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് ഇത്രേ ഉള്ളൂ. അത് ക്ലിയർ ആയല്ലോ. ഇനി ഫോർത്ത് പോയിന്റ് മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. എന്താണ് ഓർഗനൈസേഷനിലെ കുറെ എംപ്ലോയീസ് ഉണ്ട് നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് ഈ എംപ്ലോയീസിനെ കൊണ്ട് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതോടൊപ്പം തന്നെ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും എന്താണ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റും എന്താണ് സാധിച്ചു കൊടുക്കാൻ മാനേജ്മെന്റ് ശ്രമിക്കുന്നുണ്ട്. A manager motivates and leads his team in such a manner that individual members are able to achieve
personal goals by contributing to overall objectives of the organization. A manager motivates and leads his team in such a manner that individual members are able to achieve personal goals while contributing to the overall objectives of the organization. അപ്പോൾ മാനേജ്മെന്റ് എന്താ ചെയ്യുന്നത്? അവിടുത്തെ ഓരോ എംപ്ലോയീസിനെ എന്താണ് നല്ലോണം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് എന്താണ് അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റും കൂടെ എന്താണ് സാധിച്ചെടുക്കുന്നു ത്രൂ കോൺട്രിബ്യൂട്ടിംഗ് ടു ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. എന്താണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തതോടൊപ്പം തന്നെ പേഴ്സണൽ ഇൻട്രസ്റ്റും കൂടെ സാധിക്കാൻ എന്താണ് മാനേജ്മെന്റ് സഹായിക്കുന്നുണ്ട്. ത്രൂ എങ്ങനെ? കോർഡിനേഷനും മോട്ടിവേഷനും വഴി. Through motivation and leadership, the management helps individuals to develop team spirit and cooperation and commitment to group success. Through motivation and leadership, the management helps the individuals to develop team spirit, cooperation and commitment to group success. അപ്പോൾ എന്താണ് മാനേജ്മെന്റ് ചെയ്യുന്നത്? മോട്ടിവേഷൻ ലീഡർഷിപ്പും വഴി എന്താണ് ഇൻഡിവിജ്വൽസിനിടയിൽ ടീം സ്പിരിറ്റും കോപ്പറേഷനും അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റീവ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവിനോ കുറച്ചുകൂടി കമ്മിറ്റ്മെന്റ് വരുത്താനായിട്ട് എന്താണ് മാനേജ്മെന്റ് സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ്? മോട്ടിവേഷനും നല്ല ലീഡർഷിപ്പും വഴി എന്താണ് എംപ്ലോയീസിനിടയിൽ ടീം സ്പിരിറ്റും കോപ്പറേഷനും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സിന് ഇമ്പോർട്ടൻസ് കൊണ്ടുവരാനൊക്കെ എന്താണ് മാനേജ്മെന്റിന് സാധിക്കുന്നുണ്ട്. അപ്പം ആ പോയിന്റ് എന്താണ്? മാനേജ്മെന്റ് ഹെൽപ്സ് അച്ചീവ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ എന്താണ് മാനേജ്മെന്റ് എന്താണ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് എന്താണ് പേഴ്സണൽ ഇൻട്രസ്റ്റും ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റും ഒരുമിച്ച് സാധിക്കാൻ പറ്റുന്നുണ്ട്. ഇവർക്കിടയിൽ ടീം സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇൻഡിവിജ്വൽസിനിടയിൽ എന്താണ് ടീം സ്പിരിറ്റും കോപ്പറേഷനും അതേപോലെ തന്നെ ഈ ഒബ്ജക്റ്റീവ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനും എന്താണ് മാനേജ്മെന്റ് ശ്രമിക്കുന്നുണ്ട്. ആ പോയിന്റ് ക്ലിയർ ആയല്ലോ. ഇനി ലാസ്റ്റ് പോയിന്റ് ആണ് മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് ദി സൊസൈറ്റി. എന്താണ് മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് ദി സൊസൈറ്റി? എന്താണ് സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി എന്താണ് മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് ത്രൂ ദാറ്റ് ഇറ്റ് ഹെൽപ്സ് ഇൻ ദി ഡെവലപ്മെന്റ് ഓഫ് ദി സൊസൈറ്റി. എന്താണ് മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ ദി ഡെവലപ്മെന്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് ത്രൂ ദാറ്റ് ഇറ്റ് ഹെൽപ്സ് ഇൻ ദി ഡെവലപ്മെന്റ് സൊസൈറ്റി. എന്താണ് ഓർഗനൈസേഷൻ ഡെവലപ്മെന്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് മാനേജ്മെന്റ് സൊസൈറ്റി ഡെവലപ്മെന്റിനും കൂടി എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് മാനേജ്മെന്റ് സൊസൈറ്റി ഡെവലപ്മെന്റിനും കൂടെ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു പ്രൊവൈഡ് ഗുഡ് ക്വാളിറ്റി പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്, creates employment opportunity, adopts new technology for the greater good of the people and leads path towards growth and development. It helps to provide good quality product and services, creates employment opportunity, adopts new technology for the greater good of the people and leads the path towards growth and development. ഇപ്പൊ മാനേജ്മെന്റ് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? സൊസൈറ്റിക്ക് നല്ല ഗുഡ് ക്വാളിറ്റി പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് എത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആൾക്കാരുടെ ബെറ്റർമെന്റിന് വേണ്ടി എന്താണ് ന്യൂ ടെക്നോളജീസ് എന്താണ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ വഴി എന്താണ് ഡെവലപ്മെന്റിലേക്ക് നയിക്കുന്നു. ഇപ്പൊ ഒരു ബിസിനസ് സ്ഥാപനം ഒരു റൂറൽ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ബാക്ക്വേർഡ് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ആ ഏരിയ മൊത്തം ഡെവലപ്പ് ആവും. കാരണം എന്താണ് ഇപ്പൊ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുമ്പോൾ അവിടെ റോഡ് വരും, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒക്കെ വേണം. അപ്പൊ റോഡ്സ് വരും, പോർട്സ് വരും, എയർപോർട്ട്സ് വരും. പിന്നെ അവിടുത്തെ ആൾക്കാർക്കൊക്കെ ഇവിടെയൊക്കെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അപ്പം നാച്ചുറലി എന്താണ് അവിടെ ഡെവലപ്മെന്റ് വരും. അപ്പൊ ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഡെവലപ്മെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ എന്താണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അവർക്കുള്ള ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്, ഗുഡ് ക്വാളിറ്റി സർവീസസ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് ആൾക്കാരുടെ ബെറ്റർമെന്റിന് വേണ്ടി എന്താണ് ന്യൂ ടെക്നോളജീസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അവസാനം ഡെവലപ്മെന്റിലേക്ക് എത്തുന്നു. അപ്പൊ ഇത്രയാണ് എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്. അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് മെയിൻലി പഠിച്ചത്, ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റും അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റും. രണ്ടും ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പൊ നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പഠിപ്പിച്ചതിന്റെ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക, കുറച്ച് ചെറിയ എക്സ്പ്ലനേഷനോട് ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് ഞാൻ കുറച്ച് അസൈൻമെന്റ്സ് ഞാൻ തരും, അതും എന്താണ് ചെയ്ത് നോട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ നമുക്കിന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.